ഇപ്പോൾ വലിയൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഇപ്പോൾ നമ്മൾ BJP-ക്കാരെല്ലാം വർഗീയവാദികളാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഞാനൊരു വർഗീയവാദിയാണ്, നിങ്ങളെല്ലാവരും വർഗീയവാദികളാണ്, നമ്മൾ BJP-ക്കാരെല്ലാം വർഗീയവാദികളാണ്. ആരാണിത് പറയുന്നത്? ഇത് പറയുന്നത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനും കോൺഗ്രസിന്റെ നേതാക്കന്മാരും ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ്. എനിക്ക് മനസ്സിലാകാത്തത്, ലോകത്തുള്ള മുഴുവൻ മുസ്ലിങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം സഹോദരങ്ങൾ ഒരുമിച്ച് സന്തോഷത്തോടുകൂടി അഭിനന്ദനായ മോദിജി പ്രധാനമന്ത്രിയായി ഈ രാജ്യത്ത് താമസിക്കുമ്പോഴാണ് നമ്മുടെ മുഖത്ത് നോക്കി വർഗീയവാദി എന്ന് വിളിക്കുന്നതെന്ന് നമ്മൾ ഓർക്കണം. ആരാണ് വർഗീയവാദികൾ? ജമാഅത്ത് ഇന്ത്യയും പാകിസ്ഥാനുമായി യുദ്ധം ആരംഭിച്ചപ്പോൾ പാകിസ്ഥാൻ അനുകൂലമായ തീരുമാനമെടുത്തുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രസ്താവന നടത്തിയ ജമാഅത്തെ ഇസ്ലാമിയെ കെട്ടിപ്പിടിക്കാൻ കോൺഗ്രസ്സുകാരൻ ഓടി നടക്കുകയാണ്. ആ ജമാഅത്തെ ഇസ്ലാമി പോലെ PDP, SDPI ഉൾപ്പെടെയുള്ള ഭീകര പ്രസ്ഥാനങ്ങൾക്ക് പിന്തുണ കൊടുക്കുന്ന CPM-ഉം കോൺഗ്രസും ചേർന്നുകൊണ്ട് BJP ഈ രാജ്യത്തെ വികസന രംഗത്ത് വികസിത കേരളം, വികസിത ഭാരതം എന്ന് മുദ്രാവാക്യമായി നടക്കുന്ന BJP പ്രവർത്തകരെയും നേതാക്കന്മാരെയും വർഗീയവാദി എന്ന് വിളിച്ചാൽ അത് എത്രമാത്രം ശരിയാകും എന്ന് ഒന്ന് ആലോചിക്കേണ്ടതാണെന്ന് സൂചിപ്പിക്കാതിരിക്കാൻ കഴിയില്ല. എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ, ഇവിടെ മൊത്തമെടുത്ത് പരിശോധിക്കുമ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് ചോദിച്ചാൽ മറ്റൊന്നുമല്ല, അടുത്ത ഞാൻ ഒളിച്ചു വെക്കാൻ ഒരു അഹങ്കാരവും പറയുന്നില്ല, അടുത്ത 26 വർഷം ഒരു ത്രിതല പഞ്ചായത്ത് ഇപ്പോൾ 5 മാസത്തിന് നടക്കുമല്ലോ. ആ ത്രിതല പഞ്ചായത്ത് നടക്കുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രമുഖ പാർട്ടിയായി BJP-യുടെ മെമ്പർമാർ ഉണ്ടാവും. ഒരു സംശയം ആർക്കും ആവശ്യമില്ല. തീർന്നില്ല, നിങ്ങൾ എഴുതിയിട്ടോളൂ. ഞാൻ ഈ പുത്തിരിക്കണ്ട മൈതാനത്ത് എന്ന് പറയുന്നു, 26 നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 26 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ പ്രമുഖ MLA-മാരുള്ള പാർട്ടിയായി ജനതാ പാർട്ടി മാറിയിരിക്കും. ഒരു തർക്കവും നിങ്ങൾക്ക് ആവശ്യമില്ല. അതുപോലെ തന്നെ വളരെ വിനയത്തോടുകൂടി പിണറായിയോടും കോൺഗ്രസിനോടും പറഞ്ഞു, നിങ്ങൾ 2 കൂട്ടരും ഒരേ വള്ളത്തിൽ യാത്ര ചെയ്യുന്നവരാ. നിങ്ങളുടെ കൂട്ടത്തിൽ കൂടിയിട്ട് കാര്യമില്ല, മാറ്റം ആവശ്യമാണ്. ഇവിടെ വികസിത കേരളം എന്ന മുദ്രാവാക്യമായിട്ടാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ജി മുമ്പോട്ട് പോകുന്നത്. അതിനോട് അനുഭാവം രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ജനങ്ങൾ ശക്തമായി പ്രവർത്തിച്ചു വരികയാണ്. യാതൊരു സംശയം വേണ്ട, 29-ൽ മോദിജി പ്രഖ്യാപിച്ചതുപോലെ തെരഞ്ഞെടുപ്പ് നടക്കും. ആ തെരഞ്ഞെടുപ്പിൽ എഴുതിയിട്ടോളൂ, നിങ്ങളുടെ പ്രവർത്തനമുണ്ട്. കേരളത്തിലെ BJP-യുടെ നേതാക്കന്മാരുടെയും പ്രവർത്തകരുടെയും ആത്മാർത്ഥമായ പരിശ്രമത്തിന്റെ ഫലമായി BJP ഒറ്റയ്ക്ക് കേരളത്തിൽ ഭരണം നടത്തുന്ന സാഹചര്യം ഉണ്ടാവും. അതിന് ഒരു സംശയവും ആർക്കും ആവശ്യമില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവർ പറയുമ്പോൾ നമുക്കെന്തോ വലിയ കുഴപ്പമെന്നൊക്കെ പറഞ്ഞ് എല്ലാം നിന്നു. ഇപ്പോൾ ആരാണ് വർഗീയവാദികൾ തെളിഞ്ഞു കഴിഞ്ഞു. രാജ്യത്തിന് എതിരായി പ്രവർത്തിക്കുന്നവരെ, ഞാൻ അതാണ് പറഞ്ഞത്, ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള കക്ഷികൾ, ആ കക്ഷികളുമായി PDP, SDPI ഉൾപ്പെടെയുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായി, ഭീകര പ്രസ്ഥാനങ്ങളുമായി സഹകരിക്കുന്ന നിലയിലേക്ക് ഇടതുപക്ഷവും കോൺഗ്രസും ഒരുമിച്ച് പോവുകയാണ്. എനിക്കൊരു സംശയം, BJP എന്ന് പറയുന്ന മഹത്തായ പ്രസ്ഥാനം മോദിജിയുടെ നേതൃത്വത്തിൽ, ഇവിടെ വരാൻ പോകുന്ന അമിത്ഷാജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം സംസ്ഥാനങ്ങളിലും ഭരണം നടത്തുകയാണ്. അവിടെ മറുഭാഗത്തായ അവിടെ കർണാടക, ഹിമാചൽ പ്രദേശ് ഉൾപ്പെടെ 3 സംസ്ഥാനങ്ങളുണ്ട്. ബാക്കി മുഴുവൻ നമ്മുടെ ഭരണമായി. ഇനി ഈ കേരളത്തിൽ ഒരു കുഴപ്പമുള്ളത്, LDF UDF അല്ല, അതൊന്നും വേണ്ട എന്ന് പ്രഖ്യാപനം വന്നതുകൊണ്ട് അതനുസരിച്ച് പോവുക. അതിന് മാറ്റം വരുത്തേണ്ട ആളുകളാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളും എന്നോടൊപ്പം ഈ വേദിയിലിരിക്കുന്ന ആളുകളും. അമിത്ഷാജി വന്നു പോയി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പുതിയ ഉത്തേജനം, ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഈ കേരളം പിടിച്ചടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി നമുക്ക് ശക്തമായി മുമ്പോട്ട് പോകാം എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. സ്വാഭാവികമായി നമ്മുടെ കേരള സംസ്ഥാനത്ത് 140 നിയോജക മണ്ഡലത്തിൽ സ്വാഭാവികമായി ഞാൻ പറയുന്നു, ഒരു 26 തെരഞ്ഞെടുപ്പിൽ നമ്മൾ നിർണായകമാകും എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾക്കൊരു സംശയം.
യാതൊരു സംശയം വേണ്ട. 26-ലെ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കേരളത്തിലെ ഇടതുപക്ഷവും കേരളത്തെ UDF-ഉം ഒരു മുന്നണിയായി മാറുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇപ്പോ കേരളം വിട്ടുകഴിഞ്ഞാൽ LDF UDF ഒരുമിച്ചാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഡൽഹിയിലാവട്ടെ, പഞ്ചാബിലാവട്ടെ, UP-യിലാവട്ടെ, എവിടെ തിരഞ്ഞെടുപ്പ് നടന്നാലും കമ്മ്യൂണിസ്റ്റുകാർ അത് ഇല്ല, 1-2 ഉള്ളൂ. ഉള്ളതും കോൺഗ്രസ് ഒരുമിച്ചാണ്. അവർ രണ്ടല്ല. ആ നിലയ്ക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും? പിന്നെ വേറെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഗതി എന്താ? ഒന്നാമത് ഞാൻ വ്യക്തിപരമായി ആരെ മോശക്കാരനാക്കാൻ നോക്കുകയല്ല, അത് ആവശ്യമില്ല, തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷേ ഒരു അഖിലേന്ത്യാ പാർട്ടി, ഒരു പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആള് ടീഷർട്ട് വിട്ടുകൊണ്ട് ഇംഗ്ലണ്ടിലും ജർമ്മനിയിലുമായി കറങ്ങി നടന്നാൽ ശരിയാകുമോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. അതൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. രാജ്യത്തെ ഭരണഘടന പൊക്കിക്കാണിച്ചാൽ ആ ഭരണഘടനയുടെ ബഹുമാനം വേണ്ടേ? ആ ഭരണഘടനയെ ബഹുമാനിക്കുന്നതുമായിട്ട് ബന്ധം വേണ്ടേ? ആ ഭരണഘടനയെ തകർക്കാൻ ശ്രമിക്കുന്ന കക്ഷികളുമായി കൂട്ടുചേരുന്ന ആളുകൾ വീണ്ടും ഭരണഘടനയും ചുമന്നുകൊണ്ട് നടന്നിട്ട് എന്താ കാര്യം? ആ ഭരണഘടനയെ മുറുകെ പിടിക്കാനുള്ള അവകാശം ഇന്ത്യ മഹാരാജ്യത്തെ BJP-യുടെ പ്രവർത്തകർക്കും നേതാക്കന്മാർക്കുമാണെന്ന് ഇവിടുത്തെ കോൺഗ്രസ്സുകാരനും കമ്മ്യൂണിസ്റ്റുകാരനും അറിയണം എന്നാണ് വിനയപരസ്പരം എനിക്ക് പറയാനുള്ളത്. ഞാൻ മറ്റ് വിശദാംശങ്ങൾക്കൊന്നും കടക്കുന്നില്ല. ഇനിയും ഓരോ പ്രസംഗങ്ങൾ നടത്താനുണ്ട്. തീർച്ചയായും അമിത്ഷാ വരുന്നതിന് മുമ്പ് ഇവിടെ സംസാരിക്കാനുള്ള എല്ലാവർക്കും അവസരം കൊടുത്ത ഒരു മര്യാദയാണ്. ഞാൻ കൂടുതലായിട്ട് സംസാരിച്ചു പോകുന്നില്ല. പക്ഷെ ഒരു കാര്യം വീണ്ടും ഞാൻ നിർത്തുന്നതിന് മുമ്പ് പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കണം. അടുത്ത ത്രിതല പഞ്ചായത്തിൽ ആര് ഇപ്പോ എന്റെ കമ്മിറ്റി കൂടി PC ഇന്ന വാർഡിൽ മത്സരിക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മത്സരിക്കണം. അതായത് മുഴുപ്പൊന്നും നോക്കണ്ട. ഈ 26-ലെ പഞ്ചായത്ത് 5 മാസം കഴിയുമ്പോൾ നടക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഒരു സംശയമില്ലാതെ എത്ര പഞ്ചായത്ത് നമുക്ക് കിട്ടി എന്നത് നിർണായകമാവും. ആ മനസ്സോടുകൂടി നിങ്ങൾ നീങ്ങണം നിർബന്ധമായി. ഞാനിങ്ങനെ ഓരോ പഞ്ചായത്തിൽ ഓടി നടന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ടാണ് പറയുന്നത്. പഞ്ചായത്ത് കിട്ടിയിട്ടേ നിയമസഭയിലേക്ക് പോകാൻ കഴിയൂ. അങ്ങനെ ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ നിർണായകമായ ശക്തിയായി BJP-ക്ക് മാറാൻ കഴിഞ്ഞാൽ, NDA-ക്ക് മാറാൻ കഴിഞ്ഞാൽ അടുത്ത 26-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ആര് ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന MLA-മാരുള്ള ഒരു പാർട്ടിയായി NDA-ക്ക് മാറാൻ കഴിയും. അതിനുള്ള പ്രവർത്തനങ്ങൾ നിങ്ങൾ നടത്തണം എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വലിയ മഹാസമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. ഏതാനും നിമിഷങ്ങൾക്കകം നമ്മളേറെ പ്രതീക്ഷിക്കുന്ന ഭാരതീയ ജനതാ പാർട്ടിയുടെ കരുത്തുറ്റ നേതാവ് ഈ വേദിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. അതിനു മുൻപായി ആമുഖ പ്രഭാഷണത്തിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരായ നേതാക്കളെ, പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ഭാരതീയ ജനതാ പാർട്ടിയുടെ വാർഡ് തലത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടി നേതാക്കന്മാരുടെ വലിയ സംഗമമാണ് ഇന്ന് ഈ പുത്തരിക്കണ്ടം മൈതാനിയിൽ സംഘടിപ്പിച്ചിട്ടുള്ളത്. ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള നമ്മുടെ 8 സംഘടനാ ജില്ലകളിലെ വാർഡ് വികസന ടീം മെമ്പർമാർ എല്ലാവരും ഒരുമിച്ച് ഈ പുത്തരിക്കണ്ടത്തും ബാക്കിയുള്ള 22 ജില്ലകളിലെ വാർഡ് വികസന ടീം മെമ്പർമാർ അതാത് പഞ്ചായത്തിൽ ഒരുമിച്ചിരുന്ന് വെർച്വൽ റാലിയുടെയും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുകയാണ്. വരുന്ന 4 മാസക്കാലം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി തയ്യാറാവേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച്, അതിനാവശ്യമായിട്ടുള്ള ഊർജവും ഇന്ധനവും സമാഹരിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പാർട്ടിയുടെ ബഹുമാന്യനായ നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയുടെ സാന്നിധ്യത്തിൽ ഈ വാർഡ് തല നേതൃസംഗമത്തിന് നാം സാക്ഷികളാകുന്നത്. ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ക്രമാനുഗതമായി വളർച്ച പ്രാപിക്കുന്ന ഒരു പാർട്ടിയാണ്. കഴിഞ്ഞ
10-30 വർഷക്കാലത്തെ നമ്മുടെ ചരിത്രത്തിൽ ഒരുപാട് വിജയങ്ങളും പരാജയങ്ങളും നമുക്കുണ്ടായിട്ടുണ്ട്. BJPയുടെ കേരളത്തിലെ ലക്ഷക്കണക്കിന് പാർട്ടി പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഈ വിജയത്തെയും പരാജയത്തെയും ഒരേപോലെ സ്വീകരിക്കാനും ഒരേപോലെ ഏറ്റുവാങ്ങാനും തയ്യാറായിട്ടുള്ളതാണ്. അതുകൊണ്ട് വരുന്ന 4 മാസക്കാലം ഈ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾ നടത്തി ഒരു പുതിയ ആശയം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് വികസിത കേരളം എന്ന സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. ഈ സമ്മേളനത്തിൽ നാം മുമ്പോട്ട് വെക്കുന്ന ആശയം, ഈ സമ്മേളനം മുതൽ കേരളത്തിലെ എല്ലാ ജനങ്ങളുടെയും മുമ്പാകെ നാം മുമ്പോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം വികസിത കേരളം എന്നുള്ളതാണ്. വികസിത കേരളം എന്നുള്ളത് സകാരാത്മകമായ ഒരു മുദ്രാവാക്യമാണ്. ഈ കേരളം വളരണമെന്നും വികസിക്കണമെന്നും ആഗ്രഹിക്കാത്തവരായി ആരും ഉണ്ടാവില്ല. 2047 ആകുമ്പോൾ ഒരു വികസിത ഭാരതം സാക്ഷാത്കരിക്കപ്പെടുമ്പോൾ ആ വികസിത ഭാരതത്തോടൊപ്പം അണിചേരാൻ സാധിക്കുന്ന ഒരു പുതിയ കേരളം ഉണ്ടാകണം. കഴിഞ്ഞ 6 പതിറ്റാണ്ട് കാലത്തെ ശാപങ്ങൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട കേരളമല്ല വരാനിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള കേരളം. എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ടു പോയ, വിജയത്തിന്റെ ചെറു ലാഞ്ചന പോലും ഒരിടത്തും കാണാൻ സാധിക്കാത്ത, നിരാശയുടെ, അപകർഷതയുടെ, പരാജയത്തിന്റെ, അപമാനത്തിന്റെ, അവഹേളനത്തിന്റെ, അധപ്പതനത്തിന്റെ അഗാധഗർത്തത്തിലേക്ക് നിപതിച്ചു പോയ, പരാജയപ്പെട്ടു പോയ കേരളമല്ല. വികസിക്കുന്ന ഭാരതത്തോടൊപ്പം വിജയത്തിന്റെ, പുരോഗതിയുടെ, വളർച്ചയുടെ പുതിയ കേരളത്തെ സാക്ഷ്യപ്പെടുത്തുക എന്നുള്ളതാണ് വികസിത കേരളം എന്ന സ്വപ്നത്തിലൂടെ ഭാരതീയ ജനതാ പാർട്ടി യാഥാർത്ഥ്യമാക്കാൻ ആഗ്രഹിക്കുന്നത്. പുതിയ കേരളം ഉണ്ടാകണമെങ്കിൽ, വികസിത കേരളം ഉണ്ടാകണമെങ്കിൽ ആത്മാഭിമാനത്തോടുകൂടി തല ഉയർത്തിപ്പിടിച്ച് ഞാൻ മലയാളിയാണ്, ഞാൻ കേരളീയനാണ് എന്ന് പറയാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാകണം. ഇന്ന് അല്പമെങ്കിലും നമുക്ക് തലയുയർത്തിപ്പിടിക്കാൻ സാധിക്കുന്നത് ശ്രീ നരേന്ദ്രമോദി നമുക്ക് നൽകുന്ന സഹായങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. നരേന്ദ്രമോദി ഗവൺമെന്റ് കേരളത്തിൽ നൽകിയിട്ടുള്ള സഹായങ്ങളെ മൈനസ് ചെയ്താൽ ഈ കേരളത്തിൽ കഴിഞ്ഞ 10 വർഷമായി എന്തെങ്കിലും നടക്കുന്നുണ്ട് എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ആശയം കേരളത്തിലെ ഓരോ വീടുകളിലും എത്തിക്കാൻ, ഓരോ മനുഷ്യരുടെ മനസ്സിലും ഈ ആശയം എത്തിക്കാൻ നമുക്ക് സാധിക്കണം. ഒരു പുതിയ വികസിത കേരളം സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. വികസിത കേരളം സാക്ഷാത്കരിക്കുമ്പോൾ വികസിത ഗ്രാമങ്ങളും വികസിത വാർഡുകളും ഉണ്ടാകണം. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ രാജ്യത്തെ ഏറ്റവും പ്രബലനായിട്ടുള്ള, ഈ രാജ്യം കണ്ട ഏറ്റവും ദിഷണാശാലിയായിട്ടുള്ള രാഷ്ട്രീയ നേതാവ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാജിയുടെ സാന്നിധ്യത്തിലാണ് ഒരു പുതിയ വികസിത കേരളം സാക്ഷാത്കരിക്കുമെന്ന് നാം പ്രതിജ്ഞയെടുക്കാൻ വേണ്ടി പോകുന്നത്. അതിനായി സംഘടിപ്പിച്ച ഈ സമ്മേളനത്തെ സംബന്ധിച്ച എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഒരുമിച്ച് അമിത്ഷാജിയെ വരവേൽക്കാം. ബോലോ ഭാരത് മാതാ കി, ബോലോ ഭാരത് മാതാ കി. സ്വാഗതം, സുസ്വാഗതം. अमित शाह जी के स्वागतम. जय जय भारत മാതാം. എഴുന്നേറ്റ് നിൽക്കുക, കൊടി വീശുക. അമിത്ഷാജി എത്തിക്കൊണ്ടിരിക്കുന്നു. ജയ് ജയ് ഭാരത് മാതാം. ജയ് ജയ് ബിജെപി. ജയ് ജയ് നരേന്ദ്രമോദി. കൈ ഉയർത്തി ഉറക്ക മുദ്രാവാക്യം വിളിക്കണം. ജയ് ജയ് നരേന്ദ്രമോദി. ജയ് ജയ് ഭാരത് മാതാം. ജയ് ജയ് അമിത്ഷാജി. ജയ് ജയ് അമിത്ഷാജി. ജയ് ജയ് നഡ്ഡാജി. ജയ് ജയ് നരേന്ദ്രമോദി. ജയ് ജയ് രാജീവേട്ടൻ. സ്വാഗതം, സുസ്വാഗതം. അമിത് ഷാജിക്ക് സ്വാഗതം. സ്വാഗതം, സുസ്വാഗതം. അമിത് ഷാജിക്ക് സ്വാഗതം. ജയ് ജയ് ഭാരത് മാതാം. ജയ് ജയ് ഭാരത് മാതാം. ജയ് ജയ് നരേന്ദ്രമോദി. ജയ് ജയ് വികസിത കേരളം.
അമിത്ഷാജി, ജയ് ജയ് രാജീവേട്ടൻ, ജയ് ജയ് ഭാരത് മാതാ. നാം ഇവരും പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ ധന്യമുഹൂർത്തം ആഗതമായിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജി വേദിയിലെത്തിയിരിക്കുകയാണ്. ഒപ്പം പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി. നമ്മുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവേട്ടനെ ഹാരാർപ്പണം നടത്തുന്നതിനായി തിരുവനന്തപുരം സിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ശ്രീ പാപ്പനംകോട് സജി അവർകളെ സാദരം ക്ഷണിച്ചു. ബഹുമാനപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി ശ്രീ അമിത്ഷാജിയെ സ്വാഗതം ചെയ്യുന്നതിന് സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ അവർകളെ ഹാരാർപ്പണം നടത്തുന്നതിനായി ക്ഷണിക്കുന്നു. Sir, it is a Kamal printed traditional mundu crafted by the Khadi workers of Balramapuram handloom with love. Next is a token of love and gift from Kerala, presenting to our Honorable Home Minister Sri Amit Shah ji by our State President Sri Rajiv Chandrasekhar ji. Vikasitha Keralam 3D logo, 3D printed logo പ്രകാശനം ചെയ്തുകൊണ്ട് അമിത് ഷാജിക്ക് ഈ ഉപഹാരം നൽകുന്നതിനായി പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ എസ് സുരേഷ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലാ പ്രസിഡന്റുമാർ ഇവിടെ സന്നിഹിതരാണ്. ഹാരാർപ്പണം നടത്തുന്നതിനായി തിരുവനന്തപുരം ജില്ലയുടെ അധ്യക്ഷന്മാരെ സാദരം ക്ഷണിക്കുന്നു. തിരുവനന്തപുരം സിറ്റി ജില്ലാ പ്രസിഡന്റ് ശ്രീ കരമന ജയൻ, തിരുവനന്തപുരം നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ എസ് ആർ രജികുമാർ, തിരുവനന്തപുരം ഡിസ്ട്രിക്ട് പ്രസിഡന്റ് മുക്കം പാലമോട് ബിജു എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നടത്തുന്നു. അടുത്തതായി കൊല്ലം വെസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീ എസ് ജയപ്രശാന്ത്, കൊല്ലം ഈസ്റ്റ് ജില്ലാ അധ്യക്ഷൻ ശ്രീമതി ആർ രാജീവ് പ്രസാദ്, പത്തനംതിട്ട ജില്ലാ അധ്യക്ഷൻ ശ്രീ വി എ സൂരജ്, ആലപ്പുഴ സൗത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ ആർ സന്ദീപ് വചസ്പതി, ആലപ്പുഴ നോർത്ത് ജില്ലാ അധ്യക്ഷൻ ശ്രീ പി കെ ബിജോയ് എന്നിവർ ചേർന്ന് ഹാരാർപ്പണം നടത്തുന്നു. Our next program is Vikasitha Logo Prakashanam. It's a gift. It's a 3D printed model of our motto Vikasitha Keralam, placed on our traditional Chundam model. The model is made in the most modern technology of 3D printing as a symbol of embracing futuristic technology in building a modern Vikasitha Keralam. To switch on the party's motto of Vikasitha Keralam, I invite Honorable
Home Minister Sri Amit Shah ji to switch on the motto. Sir, through this, we are launching the message of our mission, the mission of Vikasita Keralam for all. Next is a Vikasita Keralam theme video. It's a video generated in artificial intelligence. The video conveys our theme of Vikasita Keralam mission. നമ്മുടെ സ്വന്തം നാട് എത്ര വലിയ പൈതൃകമാണ് നമ്മുടേത്, എത്ര ശോഭനമായൊരു ചരിത്രമാണ് നമുക്ക് പറയാനുള്ളത്. എന്നാൽ ഈ മണ്ണിന്റെ അനന്തമായ സാധ്യതകൾക്ക് എന്ത് സംഭവിച്ചു? കഴിഞ്ഞ 6.5 പതിറ്റാണ്ടായി കേരളം മാറി മാറി ഭരിച്ച ഇടത് വലത് മുന്നണികൾ നമുക്ക് നൽകിയത് എന്താണ്? മറ്റ് സംസ്ഥാനങ്ങൾ വ്യവസായ സൗഹൃദ നയങ്ങളിലൂടെ മുന്നോട്ട് കുതിച്ചപ്പോൾ നമ്മൾ നമ്മുടെ ചെറുപ്പക്കാരെ തൊഴിലിനായി പുറം നാടുകളിലേക്ക് അയച്ചു. അവസരങ്ങളുടെ ഒരു സുവർണ കാലഘട്ടമാണ് നമുക്ക് നഷ്ടമായത്. പതിറ്റാണ്ടുകളായി കേരളത്തെ ചിലർ കെട്ടിയിട്ടിരിക്കുകയാണ്. എന്തിന്റെ ചങ്ങലകളാലാണ് അവർ നമ്മളെ ബന്ധിച്ചത്? അഴിമതിയുടെ, പ്രീണന രാഷ്ട്രീയത്തിന്റെ, സ്വജനപക്ഷപാതത്തിന്റെ, കപട രാഷ്ട്രീയത്തിന്റെ ചങ്ങലകളാൽ. ഫലമോ വളർച്ചയില്ലാത്തൊരു സംസ്ഥാനം, കടം വാങ്ങാതെ ഒരു ഇഞ്ചു പോലും മുന്നോട്ടു പോകാനാവാത്ത സാമ്പത്തികാവസ്ഥ, സ്വന്തം ആശാ വർക്കർമാർക്ക് 100 രൂപയുടെ ആനുകൂല്യം പോലും നൽകാൻ കഴിയാത്ത സർക്കാർ, തൊഴിൽ സ്വപ്നം കണ്ട് നമ്മുടെ യുവതലമുറ ഇന്നും കൂട്ടത്തോടെ നാടുവിടുന്നു. ഇതിനൊരു മാറ്റം വരേണ്ടതല്ലേ? ഈ അവസ്ഥ ഇനിയും തുടരണം. കേരളത്തിന് മാറ്റം വേണം. വൻകിട നിക്ഷേപങ്ങൾ വരണം, വ്യവസായങ്ങൾ വളരണം, നമ്മുടെ മക്കൾക്ക് ഇവിടെ തന്നെ നല്ല തൊഴിൽ ലഭിക്കണം. കടക്കണിയിൽ നിന്ന് കേരളം പുറത്തു വരണം. നമ്മുടെ അമ്മമാർക്കും സഹോദരിമാർക്കും കുട്ടികൾക്കും സുരക്ഷിതമായി ജീവിക്കാൻ കഴിയണം. തീവ്രവാദത്തിന്റെ കരിനിഴൽ ഈ മണ്ണിൽ വീഴരുത്. ഈ മാറ്റം സംഭവിക്കണമെങ്കിൽ ഒരൊറ്റ വഴിയേയുള്ളൂ. പതിറ്റാണ്ടുകളായി നമ്മളെ പിന്നോട്ട് നയിച്ച ഇടത് കോൺഗ്രസ് ഭരണം അവസാനിക്കണം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുന്നോട്ട് വയ്ക്കുന്ന വികസനത്തിന്റെ രാഷ്ട്രീയം കേരളത്തിലും വരണം. ഇന്ന് കേരളത്തിൽ കാണുന്ന മാറ്റത്തിന്റെ തുടക്കം നരേന്ദ്രമോദി സർക്കാരിൽ നിന്നാണ്. വികസനത്തിന്റെ പ്രതീകമായ ദേശീയ പാതകളായാലും റെയിൽവേയുടെ പുതിയ മുഖമായാലും സാധാരണക്കാരന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തുന്ന ജനക്ഷേമ പദ്ധതികളായാലും ആ മാറ്റത്തിന്റെ എല്ലാം ഉറവിടം കേന്ദ്ര സർക്കാരിന്റെ ഇച്ഛാശക്തിയാണ്. ഈ വികസിത യാത്ര നമുക്ക് തുടരണം. എല്ലാവർക്കുമൊപ്പം, എല്ലാവർക്കും വേണ്ടി ഒരു വികസിത കേരളം നമുക്ക് കെട്ടിപ്പടുക്കണം. ഓർക്കുക, മാറില്ലെന്ന് കരുതിയതെല്ലാം മാറിയിട്ടുണ്ട്. കേരളവും മാറും, നമ്മൾ മാറ്റും. മാറാത്തത് ഇനി മാറും. ഈ മാറ്റം നമ്മളിലൂടെ, ഭാരതീയ ജനതാ പാർട്ടിയിലൂടെ മാത്രമേ സാധ്യമാകൂ. നമുക്ക് തുടങ്ങാം. ഗുജറാത്തിൽ ജനിച്ച് കർണാടകയിൽ നിന്ന് വ്യവസായ പ്രമുഖനായി വളർന്ന മലയാളിയായ രാജീവ് ചന്ദ്രശേഖർ 2006-ൽ ബിജെപിയിലൂടെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ചു. 2006 മുതൽ 24 വരെ 18 വർഷം രാജ്യസഭാംഗമായ രാജീവേട്ടൻ രണ്ടാം നരേന്ദ്രമോദി മന്ത്രിസഭയിലെ ഇലക്ട്രോണിക്സ്, IT, നൈപുണ്യ വികസനം, സംരംഭകത്വം തുടങ്ങിയ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന സഹമന്ത്രിയായി. ബിജെപിയുടെ ദേശീയ വക്താവായും പ്രവർത്തിച്ച അദ്ദേഹം 2025 മാർച്ച് 24-ന് കേരള ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷനായി തിരഞ്ഞെടുക്കപ്പെട്ടു. വികസിത കേരളം യാഥാർത്ഥ്യമാക്കാൻ തന്റേതായ മാർഗങ്ങളും ശൈലികളും ആവിഷ്കരിച്ചുകൊണ്ട് കേരളത്തിലെ ഭാരതീയ ജനതാ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന ജനനേതാവ്, മോദിജിയുടെ വികസിത ഭാരതം എന്ന കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കാൻ, വികസിത കേരളം പടുത്തുയർത്താൻ അങ്ങയോടൊപ്പം അണിനിരക്കുന്നു ഓരോ ബിജെപി പ്രവർത്തകരും. ഏറെ അഭിമാനത്തോടെ അധ്യക്ഷ പ്രസംഗത്തിനായി രാജീവ്